UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ സമസ്ത മുഖപത്രം സിറാജ് രംഗത്തെത്തിയിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായ എല്ലാ സഖ്യം വെൽഫെയർ പാർട്ടിയുമായാണ് എന്ന UDFന്റെ ന്യായീകരണം RSSുമായി അല്ല BJPയുമായി സഖ്യം എന്ന് പറയുന്നത് പോലെയാണെന്നും രൂക്ഷ വിമർശനമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ധൃതരാഷ്ട്രാലിംഗനം എന്ന തലക്കെട്ടിൽ SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ലേഖനത്തിലാണ് UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ രൂക്ഷ വിമർശനം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ലതീഷ്, അതായത് നമുക്കറിയാം PMA സലാം, ഒപ്പം രമേശ് ക്ഷമിക്കണം VD സതീശൻ, അതിനുശേഷം സണ്ണി ജോസഫ്, അദ്ദേഹം ഇവരൊന്നും തന്നെ ഇതിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം PMA സലാം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് വെൽഫെയർ പാർട്ടിയും UDFും തമ്മിൽ ധാരണയുണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിലടക്കം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം VD സതീശൻ അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ പറയുന്നുണ്ട് ജമാഅത്തെ ഒരു മതരാഷ്ട്രവാദികളൊന്നുമല്ല എന്ന തരത്തിലൊക്കെ സംസാരിക്കുന്നു. എന്തായാലും ഈ രണ്ടു പേരെയും തള്ളാതെയാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം, അതായത് തീർത്തും അത് അംഗീകരിക്കുന്ന രീതിയിലേക്ക്. എന്തായാലും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ലേഖനത്തിൽ പറയുന്ന അല്ലെങ്കിൽ ലേഖനത്തിനകത്തെ ചില ചോദ്യങ്ങളുണ്ടല്ലോ ലതീഷ്, അതായത് ജമാഅത്തെ ഇസ്ലാമി അല്ല ഈ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതെന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ? ഭദ്ര, കഴിഞ്ഞ ദിവസം സമസ്തയുടെ ഭാഗത്തു നിന്നും ഉമർ ഫൈസി മുക്കം, സമസ്തയുടെ മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം, അതേപോലെ തന്നെ SYSന്റെ നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവർ ഈ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമായും പ്രത്യേകിച്ച് UDFുമായും ഉണ്ടാക്കിയ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കാന്തപുരം വിഭാഗവും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം സിറാജ്, കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ എഴുതിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ധൃതരാഷ്ട്രാലിംഗനം എന്ന ലേഖനത്തിലാണ് രൂക്ഷമായ വിമർശനവും ശക്തമായ ചോദ്യങ്ങളും UDF നേതൃത്വത്തോട് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സഖ്യവുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള UDF നേതാക്കളുടെ ന്യായീകരണം പരിഹാസ്യമാണെന്ന് പറയുന്നുണ്ട്. നേരത്തെ ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായല്ല സഖ്യം, വെൽഫെയർ പാർട്ടിയുമായാണ് സഖ്യം എന്ന് പറയുമ്പോൾ അത് RSSുമായല്ല അവരുടെ രാഷ്ട്രീയ രൂപമായ BJPയുമായാണ് തങ്ങൾ സഖ്യം ചെയ്തത് എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് പറയുന്നു. വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ശരീരത്തിന് ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് വേറിട്ട അസ്തിത്വം ഉണ്ടോ എന്നൊരു ചോദ്യവും സഖാഫി ചോദിക്കുന്നുണ്ട്. ഒപ്പം വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത് ജമാഅത്തെ ഇസ്ലാമി അല്ല എന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ശക്തമായ ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇപ്പോഴും മതരാഷ്ട്രവാദം അവർ ഉന്നയിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രസങ്കല്പവും മതേതര രാഷ്ട്രീയവും ഒരേ പാത്രത്തിൽ വേവുമെന്ന് തോന്നുന്നില്ല എന്നുള്ള വിമർശനവും കൂടി അദ്ദേഹം ഈ ലേഖനത്തിൽ ഉയർത്തുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയായിരിക്കും. കാരണം മതരാഷ്ട്രവാദം അടിസ്ഥാനമാക്കിയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത്. അത് അവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക മുസ്ലിം സമുദായാംഗങ്ങൾ തന്നെയായിരിക്കുമെന്ന് പറയുന്നുണ്ട്. മതരാഷ്ട്രവാദത്തിനെതിരെ ബോധവൽക്കരണം നടത്തി വരുന്നവരാണ് സുന്നി സംഘടനകൾ എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടിനെതിരെ ശക്തമായ വിമർശനവും ചില ശക്തമായ ചോദ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ഇന്ന് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ധൃതരാഷ്ട്രാലിംഗനം എന്ന പേരിലൊരു ലേഖനം എഴുതിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും UDFന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കുന്നതിനും അതിൽ മുസ്ലിം സംഘടനകൾക്കുള്ള ശക്തമായ എതിർപ്പ് തുറന്നു പറയുന്നതിനും വേണ്ടിയാണ് ഇത്തരം ഒരു ലേഖനം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭദ്ര.